രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായിരിക്കുകയാണ്. എല്ലാ മേഖലയിലും വികസനം കൈവരിച്ചുകൊണ്ട് ഭാരതം മുന്നോട്ട് കുതിക്കുകയാണ് എന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി. യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ചരിത്രത്തിന്റെ ഭാഗമാണ് എന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു കൂട്ടിച്ചേർത്തു. ഫെബ്രുവരി 1-നാണ് ബജറ്റ് അവതരണം. ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, എന്തൊക്കെ കാര്യങ്ങളാണ് രാഷ്ട്രപതി നയപ്രഖ്യാപനത്തിൽ ചൂണ്ടിക്കാട്ടിയത്? രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ്. സർക്കാരിന്റെ വിവിധ മേഖലകളിലെ നയങ്ങൾ കൈവരിച്ചിട്ടുള്ള ഭാരതം എന്ന നമ്മുടെ രാജ്യം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ, കഴിഞ്ഞ 11 വർഷത്തിനിടെ മോദി സർക്കാർ രാജ്യത്ത് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇവയെല്ലാം എണ്ണിപ്പറഞ്ഞുകൊണ്ടും ഭാരതത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ മുൻപോട്ട് വെച്ചുകൊണ്ടുമായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗമുള്ളത്. സാമ്പത്തിക മേഖലയിൽ വൻ കുതിച്ചുചാട്ടമാണ് ഭാരതം നടത്തുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകാനുള്ള യാത്രയിലാണ് ഇന്ന് ഭാരതമുള്ളത്. അതിനിടയിൽ യൂറോപ്യൻ യൂണിയനുമായി നടത്തിയിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാർ അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിലൂടെ രാജ്യത്തെ യുവാക്കൾക്കും വനിതകൾക്കും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കും. ഭാരതത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് ലോക വിപണിയിൽ മികച്ച മൂല്യം ഉറപ്പാക്കാനും മികച്ച വിപണനം ഉറപ്പാക്കാനും സാധിക്കും. ആ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്നാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. സമഗ്ര മേഖലയിലും വികസനം എത്തിക്കാനും സാധാരണക്കാർക്കും മധ്യവർഗത്തിനും ഗുണകരമാകുന്ന രീതിയിൽ നയരൂപീകരണം നടത്താൻ, അത് നികുതി ഘടനയിലാണെങ്കിൽ പോലും സർക്കാരിൻ്റെ വികസന പദ്ധതികളാണെങ്കിലും ഉൽപ്പാദന മേഖലയിൽ, ചെറുകിട വ്യാപാര മേഖലയിൽ, ഇവിടങ്ങളിലെല്ലാം തന്നെ സാധാരണക്കാർക്കും മധ്യവർഗത്തിനും കൂടുതൽ ഗുണകരമാകുന്ന രീതിയിൽ നയരൂപീകരണത്തിനും വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനും സർക്കാരിന് സാധിച്ചു. കൂടാതെ സുരക്ഷാ മേഖലയിൽ വളരെ ശക്തമായി മുൻപോട്ട് പോകാനാണ് രാജ്യത്തിന് സാധിച്ചിട്ടുള്ളത്. പ്രതിരോധ മേഖലയിൽ കൂടുതൽ വികസനമെത്തി. പ്രതിരോധ സേന ശക്തമാകുന്നതോടൊപ്പം പ്രതിരോധ മേഖലയിൽ ഇറക്കുമതി കുറച്ചുകൊണ്ട് കയറ്റുമതി വർദ്ധിപ്പിക്കാൻ, പ്രതിരോധ മേഖലയിൽ പോലും കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി മാറാൻ ഇന്ന് ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട്. രാജ്യത്ത് വിവിധ രീതിയിലുള്ള വെല്ലുവിളികൾ, അത് മാവോയിസ്റ്റ് ഭീഷണിയാണെങ്കിലും രാജ്യത്തിനകത്തും പുറത്തു നിന്നുമുള്ള വിവിധ തരത്തിലുള്ള സുരക്ഷാ ഭീഷണികളെ അതിജീവിക്കാൻ ഭാരതത്തിന് സാധിച്ചു. മാവോയിസ്റ്റ് ഭീഷണി വളരെയധികം ചെറുത്തു നിൽക്കാനും ഇന്ന് കേവലം 3 ജില്ലകളിലേക്ക് മാത്രമാണ് ഇപ്പോൾ 150-ലധികം ജില്ലകളിൽ മാവോയിസ്റ്റ് സാന്നിധ്യവും മാവോയിസ്റ്റ് ഭീഷണിയും ശക്തമായിരുന്നെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ എതിർത്തു നിന്നുകൊണ്ടും ചെറുത്തു നിന്നുകൊണ്ടും മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിലൂടെ രാജ്യത്ത് നിന്ന് തന്നെ മാവോയിസ്റ്റ് ഭീകരവാദത്തെ തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങൾ അതിൻ്റെ അന്തിമഘട്ടത്തിലാണ് എന്നുള്ളതാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കൂടാതെ പ്രതിരോധ രംഗത്തെ വൻ കുതിച്ചുചാട്ടം, അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിരോധ മേഖലയിൽ പോലും കയറ്റുമതി വർദ്ധിപ്പിക്കാനും രാജ്യത്തിന് മികച്ച മുന്നേറ്റമുണ്ടാക്കാനും സാധിച്ചു. അത്തരത്തിൽ സമഗ്ര മേഖലകളിൽ അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും രാജ്യം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ എണ്ണിപ്പറയുകയും ഭാവിയിലേക്ക് ലോകത്തിലെ തന്നെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറാനുള്ള യാത്രയിലാണ് ഭാരതം തുടങ്ങി ഭാരതത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള നയപ്രഖ്യാപന പ്രസംഗമാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു നടത്തിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന് വളരെ കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധമുണ്ട്. 1, 2 അല്ലെങ്കിൽ 5 വർഷത്തേക്കല്ല, അടുത്ത 10-ലധികം വർഷത്തിലേക്ക് 2047 എന്ന വർഷത്തിൻ്റെ ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന് വളരെ കൃത്യമായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലും മോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളും ഒപ്പം ഭാവി ഭാരതത്തിൻ്റെ യാത്ര ഏത് രീതിയിലാകും എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം. പാർലമെൻറ്റിൻ്റെ ഇരു സഭകളെയും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായിരിക്കുകയാണ്. ഫെബ്രുവരി 1-ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണം നടത്തും. കഴിഞ്ഞ ഓരോ വർഷങ്ങളിലെയും ബജറ്റ് പരിശോധിക്കുമ്പോൾ
വമ്പൻ പ്രഖ്യാപനങ്ങൾക്കപ്പുറത്തേക്ക് എല്ലാ മേഖലയിലേക്കും കൃത്യമായി ഫണ്ട് വിനിയോഗിക്കാവുന്ന തരത്തിൽ ഫണ്ട് നീക്കിവെച്ചുകൊണ്ട് നടപ്പാക്കാൻ സാധിക്കുന്ന, യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്ന, രാജ്യത്തിന് ഗുണകരമാകുന്ന പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ഓരോ വർഷങ്ങളിലും ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനനുസൃതമായിട്ടുള്ളൊരു ബജറ്റ് അവതരണം തന്നെയാകും ഇത്തവണയും ഉണ്ടാവുക എന്നാണ് രാജ്യം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായിരിക്കുകയാണ്.